ചെന്താമര ഒരു കൊടും ക്രിമിനലാണ്. അയാൾ ഒരു സ്ത്രീയുടെ ജീവൻ എടുത്തതാണ്. കൊലക്കേസിൽ അയാൾ ജാമ്യത്തിലായിരുന്നു. കർശന വ്യവസ്ഥകളോടെയായിരുന്നു ചെന്താമരയുടെ ജാമ്യം. ആ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ഭീഷണി നേരിടുന്ന കുടുംബം തന്നെ പരാതി പറഞ്ഞതാണ്. എന്നിട്ടും പോലീസ് ചെന്താമരയെ ഉപദേശിച്ചു മാത്രം വിട്ടു. ഫലം, ചെന്താമരയുടെ കൊലക്കത്തി 2 ജീവനുകൾ കൂടി കവർന്നു. ഈ വീഴ്ചയിൽ കർശന നടപടിക്കൊരുങ്ങുകയാണ് പോലീസ് ആസ്ഥാനം. നെന്മാറ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പാലക്കാട് SP നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ കൊന്ന കേസിലാണ് ചെന്താമര ഇടക്കാല ജാമ്യത്തിലിറങ്ങിയത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ജാമ്യവ്യവസ്ഥയിൽ ആദ്യമുണ്ടായിരുന്നത്. ചെന്താമര അപ്പീൽ നൽകി. നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന് കോടതി ഇളവ് നൽകി. എന്നിട്ടും വ്യവസ്ഥ ലംഘിച്ചു ചെന്താമര. ഇയാൾ സുധാകരനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി. നാട്ടുകാരും സുധാകരനും പോലീസിൽ പരാതി നൽകി. സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയ കുറ്റത്തിന് പോലീസിന് ചെന്താമരയ്ക്കെതിരെ കേസെടുക്കാമായിരുന്നു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് പിടിച്ച് ജയിലിലടയ്ക്കാമായിരുന്നു. പകരം ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സ്റ്റേഷനുള്ളിൽ കടക്കാൻ മടിച്ച ചെന്താമരയെ മുറ്റത്ത് നിർത്തി താക്കീത് നൽകി. തമിഴ്നാട്ടിലേക്ക് പൊയ്ക്കൊള്ളാമെന്ന വാക്കു വിശ്വസിച്ച് പോലീസ് ചെന്താമരയെ വിട്ടയച്ചു. ഈ വീഴ്ചയാണ് നെന്മാറയിലെ കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചത്. പാലക്കാട് SP റിപ്പോർട്ട് ADGPക്ക് ലഭിച്ചാലുടൻ നെന്മാറ SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉറപ്പാണ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.